നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരത്തിലെ ATM കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സഫ്വാനാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ട്രാക്കിന് സമീപം തീയിട്ട ശേഷം പാളത്തിൽ കരിങ്കല്ലുകൾ നിരത്തി. കോട്ടിക്കുളം ചിറമലിൽ മരത്തടികളും കയറ്റിവെച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ പിടിയിലായി. തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ വീണ്ടും ഒരു നാടക ആസ്വാദന വേദിയൊരുക്കി ഇളമ്പച്ചി നവോദയ കലാവേദി. ഏപ്രിൽ 18, 19 തീയതികളിലായാണ് അമേച്വർ നാടക മത്സരം എന്ന ഭാരവാഹികൾ. തൃക്കരിപ്പൂർ വെള്ളാപ്പ് മീലിയാട്ടം റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് തകർന്നു. ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം വഴിമാറിയത്. അന്തർജില്ലാ സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 20 തുടങ്ങും. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ വായ്പ വിതരണം നടത്തി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്വാൻ P. കേളു നായർ അവാർഡ് പ്രഖ്യാപിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകനായിരുന്ന പ്രശാന്ത് നാരായണനെയാണ് അവാർഡ് ജേതാവായി തിരഞ്ഞെടുത്തത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തിലെ ATM കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സഫ്വാനാണ് അറസ്റ്റിലായത്. MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൊള്ളയടിക്കുവാനാണ് ശ്രമമുണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെ 1:15 മണിയോടെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനും ചന്ദ്രഗിരി ജംഗ്ഷനുമിടയിൽ MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൊള്ളയടിക്കുവാൻ ശ്രമമുണ്ടായത്. പണം വരുന്ന ഭാഗത്തെ ഡോർ തകർത്താണ് പണം കൊള്ളയടിക്കുവാൻ ശ്രമിച്ചത്. ശ്രമം പരാജയപ്പെട്ടതോടെ സഫ്വാൻ രക്ഷപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ബാങ്ക് തുറക്കുവാനെത്തിയ ജീവനക്കാരാണ് ATM കൊള്ളയടിക്കുവാൻ ശ്രമിച്ച സംഭവം അറിയുന്നത്. ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ AK മിഥില നൽകിയ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും സഫ്വാനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കവർന്നതും ഇയാൾ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ട്രാക്കിന് സമീപം തീയിട്ട ശേഷം പാളത്തിൽ കരിങ്കല്ലുകൾ നിരത്തി. കോട്ടിക്കുളം ചിറമലിൽ മരത്തടികളും കയറ്റിവെച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ പിടിയിലായി. ബുധനാഴ്ച രാത്രി ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 ഇടങ്ങളിലാണ് ട്രെയിൻ അട്ടിമറി ശ്രമമുണ്ടായത്. റെയിൽവേ ട്രാക്കിന് സമീപം തീയിട്ടും പാളത്തിൽ കരിങ്കല്ലും മരത്തടികളും പാകിയാണ് അട്ടിമറി ശ്രമം. സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട സ്വദേശി ജോജി തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പിടിയിലായ യുവാവ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം ട്രാക്കിലൂടെ നടന്ന് കളനാട് റെയിൽവേ തുരങ്കത്തിലെത്തി. ഇരുട്ടുമൂടിയ തുരങ്കം കടക്കാൻ ഓലച്ചൂട്ട് കെട്ടിക്കത്തിച്ചു. പിന്നീട് തുരങ്കം കടന്ന ഉടനെ ചൂട്ട് റെയിൽവേ ട്രാക്കിന് സമീപത്തെറിഞ്ഞു. ഇത് പരിസരത്തെ പുല്ലിനും മറ്റ് തീ പടർത്തി. വിവരമറിഞ്ഞെത്തിയ പോലീസാണ് തീയണച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രാക്കിൽ കരിങ്കല്ല് നിരത്തിവെച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനിടെയാണ് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷന് സമീപം ചിറമലിൽ റെയിൽവേ പാളത്തിൽ മരത്തടി കയറ്റിവെച്ച നിലയിൽ കാണപ്പെട്ടത്. ഇതുവഴി കടന്നുപോയ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് വിവരം പോലീസിനെ അറിയിച്ചത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് ട്രാക്കിലൂടെ നടന്നു പോവുകയായിരുന്ന യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. പിടികൂടിയ പ്രതി നേരത്തെയും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതായും അടുത്തിടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രാക്കിൽ കല്ലുകൾ നിരത്തിവെച്ചതായും കണ്ടെത്തി. മാനസികാസ്വാസ്ഥ്യം ഉള്ളതിനാൽ അന്ന് കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു. ജില്ലയുടെ പല ഭാഗങ്ങളിലും നേരത്തെ ട്രെയിൻ അട്ടിമറി ശ്രമം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ വീണ്ടും ഒരു നാടക ആസ്വാദന വേദിയൊരുക്കി ഇളമ്പച്ചി നവോദയ കലാവേദി. ഏപ്രിൽ 18, 19 തീയതികളിലായാണ് അമേച്വർ നാടക മത്സരം എന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രഗത്ഭരായ അഭിനേതാക്കളും വർഷം തോറും നാടകങ്ങളും അരങ്ങിലെത്തിച്ച കലാസമിതികളും സജീവമായിരുന്ന ഭൂതകാല നാടക പാരമ്പര്യമുള്ള ഇളമ്പച്ചിയിൽ നവോദയ കലാവേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 18, 19 തീയതികളിൽ അമേച്വർ നാടക മത്സരം നടക്കും. 18 വൈകുന്നേരം 6 മണിക്ക് രാജ്മോഹൻ നീലേശ്വരം നാടക മത്സരം ഉദ്ഘാടനം ചെയ്യും. കേരള സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗവും നാടകൃത്തുമായ E.P. രാജഗോപാൽ മാഷാണ്
നവോദയ കലാവേദി രൂപം കൊണ്ടത് 15 വർഷങ്ങൾക്ക് മുമ്പാണ്. നവോദയ വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ കലാവിഭാഗമായിട്ടാണ് നവോദയ കലാവേദി പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ മേഖലയിൽ അംഗീകാരങ്ങൾ നേടിയ ഉദിനൂർ ബാലഗോപാലൻ, MT അന്നൂർ, തൃക്കരിപ്പൂർ രാമകൃഷ്ണ മാരാർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. ഏപ്രിൽ 18 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പയ്യന്നൂർ ആപ്തയുടെ വെള്ളച്ചി 8 മണിക്ക് കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് സർഗവേദി ബാലവിഭാഗത്തിന്റെ നൂലുകൊണ്ട് മുറിവേറ്റവർ. ഏപ്രിൽ 19 ശനിയാഴ്ച രാത്രി 7 മണിക്ക് പെരിയാട്ട് സംഗമം കലാഭവന്റെ ഉയിർപ്പിന്റെ ഗീതം. രാത്രി 8 മണിക്ക് എടക്കാട് മേഖലാ സംഘം തിയേറ്റേഴ്സിന്റെ നോട്ടം എന്നീ അമേച്വർ നാടകങ്ങളാണ് അരങ്ങിലെത്തുക. വിജയികൾക്ക് ഡോക്ടർ VPP മുസ്തഫ സമ്മാനദാനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ MV യൂസഫ് അലി, ജനറൽ കൺവീനർ T നാരായണൻ മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ AK ശ്രീധരൻ മാസ്റ്റർ, സാമ്പത്തിക കമ്മിറ്റി കൺവീനർ TV ഗംഗാധരൻ മാസ്റ്റർ, നവോദയ ഗ്രന്ഥാലയം സെക്രട്ടറി K ബാലമുരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ വെള്ളാപ്പ് മീലിയാട്ട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് തകർന്നു. ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം വഴിമാറിയത്. തൃക്കരിപ്പൂർ ടൗണിൽ നിന്ന് വെള്ളാപ്പിലേക്കുള്ള പ്രധാന റോഡിലാണ് പയ്യന്നൂർ സ്വദേശി ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ചത്. ഇടിയിൽ തൂൺ പൊട്ടി സമീപത്തെ ഓവുചാലിൽ കുത്തിനിന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. റോഡിൽ തൂങ്ങി നിന്ന തൂൺ KCB സബ് എഞ്ചിനീയർ വിനോദിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം സ്ഥലത്തെത്തി മാറ്റിയിടുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പന്തൽ ഡെക്കറേഷൻ തൊഴിലെടുക്കുന്ന പയ്യന്നൂർ മൂരിക്കോവൽ സ്വദേശി ഉമ്മറലിയുടേതാണ് കാറ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അന്തർജില്ലാ സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 20 തുടങ്ങും. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. ജേതാക്കളാവുന്ന ടീമിനും റണ്ണേഴ്സ് അപ്പ് ആകുന്ന ടീമിനും ഉൾപ്പെടെ 1 ലക്ഷം രൂപ പ്രൈസ് മണിയാണ് നൽകുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ വിവിധ ടീമുകൾക്കായി തൃക്കരിപ്പൂരിലെ കളിക്കളത്തിലിറങ്ങും. മെയ് 4 കലാശ പോരാട്ടം നടക്കുക. AFC ബീരിച്ചേരി, ഉദിനൂർ സെൻട്രൽ യൂണിറ്റി, തൃക്കരിപ്പൂർ ഹിറ്റാച്ചി FC, കൊയോങ്കര റെഡ് ഫോഴ്സ്, സിൽവർ സ്റ്റാർ മൈതാനി, സെലക്ടഡ് വലിയപറമ്പ്, രാമന്തളി മുസാഫിർ FC, EFA കാലിക്കടവ്, തൃക്കരിപ്പൂർ ടൗൺ FC, പയ്യന്നൂർ ടൗൺ ടീം, ഗ്രേറ്റ് കൗവായി, പറശ്ശിനി ബ്രദേഴ്സ്, മൊട്ടമ്മൽ ബ്രദേഴ്സ്, തൃക്കരിപ്പൂർ പെൻഡ് ഇന്റർനാഷണൽ തുടങ്ങിയ ടീമുകളാണ് സായാഹ്ന സെവൻസിൽ മാറ്റുരയ്ക്കാനെത്തുന്നത്. ഫുട്ബോൾ ടൂർണമെന്റ് വിളംബരപ്പെടുത്തി ഏപ്രിൽ 19 തൃക്കരിപ്പൂർ ടൗണിൽ വിളംബര ഘോഷയാത്ര നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ മൂന്നാമത്തെ ഈവനിങ് സെവൻസ് ആണ് ഇവിടെ തൃക്കരിപ്പൂരിൽ ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. 2019 നമ്മൾ രണ്ടാമത്തെ സീസൺ കളി നടന്നത്. കോവിഡിൻ്റെ പ്രശ്നങ്ങളും കാരണങ്ങളും ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് ഇത് കിട്ടുന്ന അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ട് സീസൺ 3 വരുന്നത് 2025 അതിൻ്റെ അടുത്തൊരു ഗാനമേളൊക്കെ നടത്തിയിട്ടുണ്ട്. ക്ലബ് പ്രസിഡന്റ് നിയാസ് അംന, സെക്രട്ടറി T മുഹമ്മദ്, ജദീർ, ട്രഷറർ AP മുസമ്മിൽ, ടൂർണമെന്റ് കോർഡിനേറ്റർ NAV ജാസിം, NP അബ്ദുള്ള, M ഷഹീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ വായ്പ വിതരണം നടത്തി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ വായ്പാ വിതരണം ഉദ്ഘാടനം നടന്നു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല നിലയിൽ നമുക്കത് വിനിയോഗിക്കാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ പിന്നോക്ക വിഭാഗത്തെ കോർപ്പറേഷൻ്റെ മാനേജർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് പറയും. അത് പറയണോ? പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നോക്ക വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് അവർ എത്തിച്ചത് സ്ത്രീയാണ് ഇവിടെ വന്നിട്ടുള്ളത്, പുരുഷനല്ല. അതുകൊണ്ട് അവർ 1-2 കാര്യങ്ങൾ നമ്മളോട് പറയും. ഏതായാലും നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീ സംവിധാനം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്നീൻ വഹാബ് അധ്യക്ഷത വഹിച്ചു. അയൽക്കൂട്ടങ്ങൾക്കുള്ള വായ്പാ വിതരണവും വായ്പാ വിശദീകരണവും KSBDDC ഉപജില്ലാ മാനേജർ N ശ്രുതി വിതരണം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ MDMC D ഹരിദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ, സൂരജ്, മണികണ്ഠൻ, ഷക്കീല ബഷീർ, അക്ഷയ്, കുഞ്ഞബ്ദുള്ള, മുഹമ്മദ് കുഞ്ഞി, ജയശ്രീ MP എന്നിവർ സംസാരിച്ചു.
സുമതി സ്വാഗതവും ബീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിദ്വാൻ പി കേളുനായർ അവാർഡ് പ്രഖ്യാപിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകനായിരുന്ന പ്രശാന്ത് നാരായണനെയാണ് അവാർഡ് ജേതാവായി തെരഞ്ഞെടുത്തത്. വിദ്വാൻ പിയുടെ പേരിലുള്ള അവാർഡ് ഈ വർഷം മുതൽ നെഹ്റു ബാലവേദി സർഗവേദി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവാർഡ് ജൂറി അംഗങ്ങളായ പത്രപ്രവർത്തകൻ ശശിധരൻ മംഗത്തിൽ, ക്ലബിന്റെ UAE കമ്മിറ്റി രക്ഷാധികാരി പി വിജയകുമാർ, ആർട്ടിസ്റ്റ് ശശിധരൻ വെള്ളിക്കോത്ത് എന്നിവരാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. വിദ്വാൻ പി കേളുനായർ പ്രവർത്തിച്ച മേഖലകളിൽ മികച്ച സംഭാവന നൽകുന്ന വ്യക്തികൾക്ക് വർഷം തോറും ഈ അവാർഡ് നൽകി വരുന്നു. ഈ വർഷം മരണാനന്തര ബഹുമതിയായി പ്രശസ്ത നാടക പ്രവർത്തകനായിരുന്ന പ്രശാന്ത് നാരായണനെ തെരഞ്ഞെടുത്തു. അവാർഡ് തുകയായ 15,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഏപ്രിൽ 18 ഈ പ്രദേശത്തെ മലബാറിലേക്കല്ലേ പ്രശസ്തനായ വിദ്വാൻ ഈ കേളുനായരുടെ 97ാമത് ഓർമ്മ ദിനമാണ്. അപ്പോൾ ഇപ്രാവശ്യം വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി വിദ്വാൻ ഈ കേളുനായരുടെ നാമധേയത്തിൽ ഒരു പുരസ്കാരം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ബാലവേദി ചക്രവേദിയുടെ UAE കമ്മിറ്റിയാണ് അതിനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യമായി പ്രാവശ്യം എല്ലാ തവണയും കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. UAE കമ്മിറ്റിയാണ് അവാർഡ് തുക ഏർപ്പെടുത്തിയത്. 2025 മെയ് 10 വെള്ളിക്കോത്ത് വെച്ച് നടക്കുന്ന വിദ്വാൻ പി അനുസ്മരണ പരിപാടിയിൽ വെച്ച് അവാർഡ് വിതരണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ നെഹ്റു ബാലവേദി സർഗവേദി രക്ഷാധികാരി പി മുരളീധരൻ മാസ്റ്റർ, പി ജയചന്ദ്രൻ, കെ ഗോപി, ദിനേശ് കുമാർ, VV രാജൻ, പ്രജിത് BK, രവീന്ദ്രൻ M, ശശി വെള്ളിക്കോത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പത്മശ്രീ പുസ്തകശാലയുടെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ സഹകരണത്തോടെ വിഷുവുമായി ബന്ധപ്പെട്ട പുസ്തക കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചു. ബാങ്ക് ഓഫ് ബറോഡ എറണാകുളം സോണൽ ജനറൽ മാനേജർ ശ്രീജിത്ത് കൊട്ടാരത്തിൽ പുസ്തക കൈനീട്ടം ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ പുസ്തകശാലയുടെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ സഹകരണത്തോടെ വിഷുവുമായി ബന്ധപ്പെട്ട് പുസ്തക കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് അനശ്വര കോംപ്ലക്സിലെ ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ഓഫ് ബറോഡ എറണാകുളം സോണൽ ജനറൽ മാനേജർ ആൻഡ് സോണൽ ഹെഡ് ശ്രീജിത്ത് കൊട്ടാരത്തിൽ പുസ്തക കൈനീട്ടം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡ കാഞ്ഞങ്ങാട് സീനിയർ ബ്രാഞ്ച് മാനേജർ അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ പുസ്തകശാല ചെയർമാൻ നാലപ്പാടം പത്മനാഭൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാഞ്ഞങ്ങാട് പ്രവർത്തിച്ചു വരുന്ന പത്മശ്രീ പുസ്തകശാല ഈ ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ടിട്ട് 3 വർഷമായി വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് പുസ്തക കൈനീട്ടം എന്നൊരു പരിപാടി സംഘടിപ്പിച്ചു വരുന്നു. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെയാണ് വിഷുവും വരുന്നതുകൊണ്ട് അപ്പോൾ ഇന്ന് ഈ പുസ്തക കൈനീട്ടം എന്നുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വളരുന്ന ഒരു തലമുറ ഇന്ന് മയക്കുമരുന്നിനൊക്കെ അടിമയായിരിക്കുന്ന സമയത്ത്, ലഹരിക്ക് അടിമയായി പോകുന്ന ഒരു സമയത്ത് അവർക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ്. വായന ഒരു ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. വായന ലഹരി പിടിക്കും വായന, ഞാനതിൽ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മൃദുരം മുഴുകട്ടെ എന്ന് നമുക്ക് പാടാൻ നമ്മുടെ സമൂഹത്തെ കൊണ്ട്, നമ്മുടെ വരും തലമുറയെ കൊണ്ട് സാധിക്കണം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടയിലിക്കാടിന്റെ കലാകായിക സാംസ്കാരിക ഭൂമിയിൽ 5 പതിറ്റാണ്ടായി ജ്വലിച്ചു നിൽക്കുന്ന വലിയ പറമ്പ് ഇടയിലിക്കാട് സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് കേസുള്ളത് അതിർത്തി തർക്കത്തിന്റെ പേരിലാണെന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കമാൻഡർ ശൗരചക്ര PV മനീഷ് പറഞ്ഞു. ആ കുടുംബത്തിലെ എല്ലാവരും ഒരേ സ്കൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരേ രീതിയിലെ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് വ്യത്യസ്തമായി, ഇന്ന് നമ്മളെല്ലാവരും ടോട്ടലി ചേഞ്ചായി. അത് ചേഞ്ചായതിൻ്റെ കാരണം ഇന്ന് നമ്മളൊക്കെ ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബത്തിലേക്ക് വന്നു. അണുകുടുംബത്തിൽ വന്നപ്പോൾ ഞങ്ങൾ സ്വാർത്ഥത മാത്രമേ ഞങ്ങൾക്കുള്ളൂ. സ്വാർത്ഥത, ഞാനും എൻ്റേതും എന്ന ഒരു സ്വാർത്ഥതയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്തരം ആറ്റിറ്റ്യൂഡുകളും ഇത്തരം വ്യത്യാസങ്ങളും ഇത്തരം വ്യതിയാനങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കുടുംബത്തിൽ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളുടെ ഗ്രേഡിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഒരു ജോലിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഓരോ വീടുകൾ ഉണ്ടാവുക. ആ വീടുകളിൽ തന്നെ മതിൽക്കെട്ടുകൾ ഉണ്ടായി.
അണുകുടുംബങ്ങളായി സമൂഹം മാറിയപ്പോൾ സഹോദരങ്ങൾക്കെതിരെ പോലും തിരിയാൻ പലരും തയ്യാറായി എന്നത് ഖേദകരമാണ്. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സമൂഹ നന്മയ്ക്കും രാജ്യത്തിനും നാം എന്ത് സംഭാവന ചെയ്തു എന്ന് ആത്മപരിശോധന നടത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ MK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗം K അജിത, ക്ലബ് പ്രസിഡന്റ് M രാജേഷ്, KJ സൈമൺ, K ജയചന്ദ്രൻ, ബിന്ദു സൈമൺ എന്നിവർ സംസാരിച്ചു. വനിതാവേദി പ്രവർത്തകർ തിരുവാതിരക്കളി അവതരിപ്പിച്ചു. തുടർന്ന് സ്വരാജ് ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ കലാസന്ധ്യയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് സുഹാസ്മൃതി ദിന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് സുഹാസിന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. RSS ജില്ലാ സഹസമ്പർക്ക പ്രമുഖ് സുനിൽ കുതിരേപ്പാടി, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ദിനേശ് പമ്പ്രാണ, ഹരീഷ് കുതിരപ്പാടി, അനിൽ B നായർ, T കൃഷ്ണൻ, A കേശവ, ബാബുമോൻ, ജയശീലൻ, ബാലകൃഷ്ണ നെല്ലിക്കുന്ന്, മനോജ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ 2024 പുരസ്കാരം രാജേഷ് ബാബു TVക്ക്. കൊച്ചിയിൽ വെച്ച് പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് രാജേഷ് ബാബു അവാർഡ് ഏറ്റുവാങ്ങി. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ 2024 പുരസ്കാരം രാജേഷ് ബാബു TV നേടി. ഏപ്രിൽ 12 കൊച്ചിയിൽ വെച്ച പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച അവാർഡ് ഏറ്റുവാങ്ങി. എറണാകുളത്തെ വളരെ പ്രശസ്തമായ ചവറ കൾച്ചറൽ സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. സിനിമ, കല, സാഹിത്യ മേഖല തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡുകളാണ് വിതരണം ചെയ്തത്. ഓട്ടോമൊബൈൽ സെയിൽസ് രംഗത്തു നിന്നും കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് നേടുന്ന ആദ്യ വ്യക്തിയാണ് രാജേഷ് ബാബു. അദ്ദേഹം രചിച്ച ഓട്ടോമൊബൈൽ സെയിൽസിലെ ഡീൽ മേക്കർ എന്ന പുസ്തകം മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട ഓട്ടോമൊബൈൽ സെയിൽസ് കൈകാര്യം ചെയ്യുന്ന ആദ്യ പുസ്തകം എന്ന നിലയ്ക്കാണ് അവാർഡ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് മലയാള പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളാണ് ഈ പുസ്തകത്തിന് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചൗക്കി കിഴക്കേ വീട് പലത്തിയ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ തറവാട് വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു. എരിയക്കോട്ടെ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. ചൗക്കി കിഴക്കേ വീട് പാലാത്തിയ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ തറവാട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി എരിയക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ നിരക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. തുടർന്ന് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ ഭണ്ണാരം എഴുന്നള്ളിക്കൽ, തറവാട് തെയ്യം കൂടൽ, വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങൽ, തറവാട് തെയ്യങ്ങൾക്കുള്ള അടയാളം കൊടുക്കൽ എന്നീ ചടങ്ങുകളും നടന്നു. വെള്ളിയാഴ്ച വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. 19 കാർന്നോൻ കോറച്ചൻ തെയ്യങ്ങളുടെ വെള്ളാട്ടവും തെയ്യങ്കെട്ട് മഹോത്സവത്തിലെ മുഖ്യ ആകർഷണമായ കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും വപ്പിടൽ ചടങ്ങും നടക്കും. ഏപ്രിൽ 20 കാർന്നോൻ കോറച്ചൻ കണ്ടനാർക്കേളൻ തെയ്യങ്ങളും അരങ്ങിലെത്തും. തുടർന്ന് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും ചൂട്ടൊപ്പിക്കൽ ചടങ്ങും നടക്കും. നാളെ വൈകുന്നേരമാണ് ശ്രീ വയനാട്ടുകുലവൻ ദൈവംകെട്ട് മഹോത്സവത്തിൻ്റെ വയനാട്ടുകുലവൻ്റെ കൂടൽ കർമ്മം മറക്കളത്തിൽ തുടങ്ങുന്നത്. മറ്റന്നാളാണ് ഏറ്റവും പ്രശസ്തമായ ദൈവംകെട്ട് മഹോത്സവത്തിൻ്റെ പ്രശസ്തമായ ഭാഗമായ വപ്പിടൽ ചടങ്ങ് നടക്കുന്നത്. 10,000 കണക്കിന് ഭക്തജനങ്ങളെ ഇവിടെ പ്രതീക്ഷിക്കുന്നു.
അതുപോലെ തന്നെ പിറ്റേ ദിവസം ഉണ്ടാകുന്ന 20-ാം തീയതി ഉണ്ടാകുന്ന ശ്രീ വയനാട്ട് കുലവൻ്റെ പുറപ്പാടും അന്നത്തെ ചൂട്ടൊപ്പിക്കൽ കർമ്മവും അതുകൊണ്ട് മറ്റു ചടങ്ങുകളും ഈ ദേവസ്ഥാനം നടക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ അന്നപ്രസാദം നൽകാനുള്ള തയ്യാറെടുപ്പിൽ സംഘാടക സമിതിയും തറവാട്ടുകാരും തയ്യാറായിട്ടുണ്ട്. എല്ലാ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ നാടിൻ്റെ നാനാഭാഗത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 4 ദിവസങ്ങളിലായി നടക്കുന്ന തേങ്കിട്ട് മഹോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മടിയൻ ക്ഷേത്രപാലക ക്ഷേത്രത്തിന്റെ അധീനതയിൽ വരുന്ന മടിയൻ പൈലിങ്കാൽ പയങ്ങപ്പാടൻ തറവാട് കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. മടിയൻ ക്ഷേത്രപാലക ക്ഷേത്രത്തിന്റെ അധീനതയിൽ വരുന്ന മടിയൻ പൈലിങ്കാൽ പയങ്ങപ്പാടൻ തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കാർന്നോൻ തെയ്യം, വിഷ്ണുമൂർത്തി, തറവാട്ടമ്മയായ പടിഞ്ഞാറ്റ് ചാമുണ്ടിയുടെ പുറപ്പാട്, ഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാട് എന്നിവയും നടന്നു. കളിയാട്ട മഹോത്സവത്തിന് എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭഗവത് പ്രസാദമായി അന്നദാനം നൽകി. നിരവധി ആളുകളാണ് മഹോത്സവം ദർശിക്കാനായി തറവാട് സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉപ്പിലിക്കൈമാടം ശ്രീ വേട്ടിക്കുരുമകൻ ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ഉത്സവത്തിന്റെ ഭാഗമായി കൈകൊട്ടിക്കളി നടന്നു. ഉപ്പിലിക്കൈമാടം ശ്രീ വേട്ടിക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത്. മഹോത്സവത്തിന്റെ ഭാഗമായി പുലിയൂർക്കണ്ണൻ, ഊർപ്പഴശ്ശി, മാമുണ്ടനാട്ട് വേട്ടിക്കുരുമകൻ ഈശ്വരൻ തെയ്യങ്ങളുടെ വെള്ളാട്ടവും പുലിയൂർക്കാളിയമ്മയുടെ കുളിച്ചുതോറ്റവും നടന്നു. തുടർന്ന് കൈകൊട്ടിക്കളിയും അരങ്ങേറി. നിരവധി ആളുകളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയപാതയിൽ മഞ്ചേശ്വരം മുദ്യാവരം 10-ാം മൈൽ അടിപ്പാതയിൽ തേനീച്ച കൂട് കൂട്ടിയത് ഭീഷണിയാവുന്നു. അടിപ്പാതകത്തെ സ്ലാബിലാണ് തേനീച്ച കൂടുള്ളത്. കാൽനട വാഹനയാത്രക്കാർ ഭീതിയിലാണ്. ദേശീയപാതയിൽ മഞ്ചേശ്വരം ഉദ്യാവരം 10-ാം മൈൽ അടിപ്പാതയിൽ തേനീച്ചക്കൂട് കൂട്ടിയത് ഭീഷണി സൃഷ്ടിക്കുന്നു. നൂറുകണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളടക്കം കടന്നുപോകുന്ന അടിപ്പാതയ്ക്കകത്തെ സ്ലാബിലാണ് തേനീച്ചക്കൂടുള്ളത്. ഇതോടെ കാൽനട വാഹനയാത്രകൾ ഭീതിയിലാണ്. തേനീച്ചക്കൂട് ഇളകിയാൽ വലിയ അപകടമായിരിക്കും ഉണ്ടാവുക എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ നറോഡ അണ്ടർപാസിൻ്റെ അകത്ത് അപകടകരമായ രീതിയിലാണ് തേനീച്ച കൂട് കെട്ടിയിട്ടുള്ളത്. അധികൃതർ എത്രയും പെട്ടെന്നത് ഇവിടുന്ന് മാറ്റേണ്ടതുണ്ട്. കാരണം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഡെയിലി ഇതിലെ കൂടി പോകുന്നത്. സ്കൂൾ ബസ് അടക്കം സ്കൂൾ കുട്ടികളടക്കം പോകുന്ന ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് ആൾക്കാർ നടന്നും അതുപോലെ തന്നെ വാഹനങ്ങളിലും പോകുന്ന ഈ പ്രദേശത്ത് ഇത്രയും അപകടകരമായ രീതിയിലാണ് ഇവിടെ ഈ തേനീച്ച ഈ കൂട് കെട്ടിയിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്നത് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ അടുത്ത് തന്നെ ഒരു ടൂർ പോയ യുവാക്കൾ അവരവിടെ ഒരു അപകടം ഇതേപോലെയുള്ള ഒരു അപകടം സംഭവിച്ചതും ആ ഒരാൾ മരണപ്പെട്ട കാര്യവും നമുക്കൊക്കെയും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ബന്ധപ്പെട്ടവർ ഈ അപകടങ്ങൾ മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്,
പഞ്ചായത്ത് ഓഫീസ്, വൈദ്യുതി ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, വിവിധ സർക്കാർ ഓഫീസുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ആളുകൾ ഈ അടിപ്പാത കടന്നാണ് പോകുന്നത്. അപകടത്തിന് മുമ്പായി തേനീച്ചക്കൂട് എടുത്തു മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരത്തിലെ ATM കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സഫ്വാനാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ട്രാക്കിന് സമീപം തീയിട്ട ശേഷം പാളത്തിൽ കരിങ്കല്ലുകൾ നിരത്തി കോട്ടിക്കുളം ചിറമലിൽ മരത്തടികളും കയറ്റിവെച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ പിടിയിലായി. തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ വീണ്ടും ഒരു നാടക ആസ്വാദന വേദിയൊരുക്കി ഇളമ്പച്ചി നവാതയ കലാവേദി. ഏപ്രിൽ 18, 19 തീയതികളിലായാണ് അമേച്വർ നാടക മത്സരമെന്ന ഭാരവാഹികൾ. തൃക്കരിപ്പൂർ വെള്ളാപ്പ് മീലിയാട്ടം റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് തകർന്നു. ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം വഴിമാറിയത്. അന്തർജില്ലാ സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 20 തുടങ്ങും. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ വായ്പ വിതരണം നടത്തി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്വാൻ P. കേളു നായർ അവാർഡ് പ്രഖ്യാപിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകനായിരുന്ന പ്രശാന്ത് നാരായണനെയാണ് അവാർഡ് ജേതാവായി തിരഞ്ഞെടുത്തത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.